ഇപ്പോൾ ലൈവില് അനീഷ് നമ്മുടെ നെവിൻ്റെ അടുത്ത് പോയി സ്വിച്ചിന്റെ മലയാളം എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ച ആ ഒരു അഭിപ്രായം ഇപ്പോൾ അതേ അടുക്കളയിലേക്ക് കൂടെ വന്നു. നെവിൻ വന്ന് അടുക്കളയിൽ പറഞ്ഞു. ഷാനവാസ്, ലക്ഷ്മി, അക്ബർ, ആര്യൻ എല്ലാവരും അതെടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ അന്നു മുതൽ അനീഷ് നടക്കുന്ന ആ ഒരു നടത്തമുണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ, അനീഷ് അതേ നടപ്പ് നടക്കുകയാണ്. അതായത് നമുക്കറിയാം അനീഷിന്റെ ഗ്രാഫിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അനീഷിന്റെ ഒരു സ്റ്റഡി ക്യാരക്ടറാണ്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടാണ് അനീഷ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 പിടിച്ചു നിൽക്കുന്നത്. അതായത് ഷാനവാസിന്റെ അടുത്ത് ഈ നെവിൻ വന്ന് ഇത് പറയുമ്പോൾ തന്നെ ഈ സ്വിച്ചിന്റെ മലയാളം അവിടെ നെവിൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്തു എന്ന് അനീഷിനെ കുറിച്ച് നെവിൻ വന്ന് അവിടെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഷാനവാസ് പെട്ടെന്ന് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും കേൾക്കില്ലല്ലോ, എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വളച്ചൊടിച്ച് ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവിടെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് തിരിച്ച് അനീഷിന്റെ നേരെ തിരിയുകയാണ്. അപ്പോഴത്തേക്കും കുറേ സംസാരം അവിടെ നടക്കുന്നുണ്ട്. ഈവൻ അക്ബർ പോലും അതിനകത്ത് ഇടപെടുന്ന അവസ്ഥയിലേക്ക് ആ സംസാരം നടക്കുന്നുണ്ട്. അപ്പം അനീഷിനോട് നല്ല ദേഷ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആര്യനാണ്. ആര്യൻ്റെ അടുത്ത് പലപ്പോഴും അനീഷ് ഈ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോയി സഹായിക്കാനും ഒക്കെ പോയി നിന്നു കൊടുക്കും. അതായത് സഹായം നേടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കും. ആര്യൻ അന്നേരത്തെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു രീതിക്ക് ആര്യൻ അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളിലൊരു കള്ളത്തരം വെച്ചിട്ട് പുറമെ ഒരു പെരുമാറ്റം അങ്ങനെയൊന്നുമില്ല. പെരുമാറുമ്പോൾ ആള് നല്ല വ്യക്തമായിട്ട് വൃത്തിക്ക് തന്നെ നന്നായിട്ട് മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുകയും ചെയ്യും, പെരുമാറുകയും ചെയ്യും, സ്നേഹമുള്ളടത്ത് സ്നേഹം കാണിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കള്ളത്തരം മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു ക്യാരക്ടറായിട്ട് ആര്യനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പൊ ആര്യൻ ഇതനുസരിച്ച് പെരുമാറും. പക്ഷെ അനീഷ് പിന്നെ അതൊരു ഇരട്ടത്താപ്പ് കാണിക്കും, ചതിക്കാറുണ്ട് അനീഷ്. അതായത് ആ ഒരു ടാസ്കിന്റെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് അനീഷ് ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ട് ഇനി അവനെ ഉപയോഗിക്കാൻ പാടില്ല, ഇനി അങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ നല്ല കൂർമ്മ ബുദ്ധിയോടെ കളിക്കുന്ന ഒരാളാണ് അനീഷ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് എന്ന് മാത്രമേ അനീഷിന് അറിയത്തുള്ളൂ. അപ്പോൾ ഷാനവാസ് കിട്ടിയ അവസരത്തിൽ ഈ ഒരു ഗ്യാപ്പിൽ എല്ലാവരും കിച്ചണിൽ നിന്നുകൊണ്ട് അനീഷിനെ കുറിച്ച് പറയുകയാണ്. അനീഷ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ എന്നെ ഒരു സുഹൃത്തായിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ട് എനിക്കെതിരെ തിരിപ്പിക്കുകയാണ്, എനിക്കെതിരെ സംസാരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അനീഷാണ്. അനീഷ് പറഞ്ഞത് ഏറ്റുപിടിച്ചിട്ടാണ് ആദിലയും നൂറയും നിൽക്കുന്നത് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ശരിക്കും ഷാനവാസിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അനീഷ് കുഴിക്കുന്ന ഒരു കുഴിയിൽ അതേപോലെ കറക്റ്റായിട്ട് ഷാനവാസ് വന്നങ്ങ് വീണ് കൊടുക്കും. പിന്നെ ഷാനവാസ് സെൽഫായിട്ട് വിചാരിക്കുന്നതോ എന്നെ ഇവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു, ഞാൻ മാത്രമാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് അസൂയയുമാണ്, എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ആ ഒരു ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് പോലും വന്ന അന്ന് തൊട്ട് അക്ബർ എന്നെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അവരൊരു ഗ്രൂപ്പ് കൂടി എന്നെ മാത്രം. ഷാനവാസ് അതിനെ ആരാണാവോ ഇവരെല്ലാവരോടും ഷാനവാസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഇവിടെ എന്തോ ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഷാനവാസ് സ്റ്റിൽ നൗ അത് ലാലേട്ടൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. അക്ബർ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല, അക്ബറൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അക്ബറിന് ഷാനവാസിനെ മൈൻഡ് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ട് എന്തോ കിട്ടാനാണ്? പക്ഷെ ഷാനവാസ് സെൽഫായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് താൻ എന്തോ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തോ വലിയ സംഭവമാണ്, തൻ്റെ സ്ട്രോങ് ആ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പുറത്താക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ കരുതിയിരിക്കുകയാണ് ഷാനവാസ്. എന്നുവെച്ചാൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നൈസായിട്ട് അവിടെ ഷാനവാസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അക്ബർ പറഞ്ഞ മറ്റൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അനീഷ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അത് നമുക്കും അത് കേട്ട് ഇരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത് നമുക്കെതിരെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ ഒരാൾക്കൊരു അവസരം കിട്ടിയാൽ അത് അയാളുടെ കഴിവായിട്ട് കണ്ടാൽ മതി. അതായത് ഷാനവാസ് പറയുന്ന പ്രസ്താവന എന്താണ്? അനീഷ് തൻ്റെ കൂടെ നടന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തനിക്കെതിരെ തിരിക്കുന്നു. ഇന്നലെ അങ്ങനെ ഒരു കാര്യം എല്ലാം കേട്ടിരുന്ന്, അതായത് ഷാനവാസ് മനസ്സ് തുറന്ന് അനീഷിനോട് ഇന്നലെ സംസാരിച്ചു. അതെല്ലാം കേട്ടിരുന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് അനീഷ് ആദ്യം ചെയ്തത് ഷാനവാസിനെ പിടിച്ചിരുത്തി ഈ കാര്യങ്ങളിനകത്തൊക്കെ എനിക്ക് നല്ല എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് അതിനെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. അത് അക്ബറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അക്ബർ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അതിന് ബാധ്യസ്ഥനാണ്. അതായത് അനീഷിനോട് നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അനീഷിനത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അയാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, അത് അയാൾക്ക് ചെയ്യാം, അയാൾ ചെയ്യും. അപ്പൊ നിങ്ങളാണ് യുക്തിപരമായിട്ട് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇന്നലെ അനീഷിന്റെ അടുത്ത് ഷാനവാസ് ഇതൊക്കെ തിരിച്ചു എല്ലാം പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ, ആ ഇന്നലെ തന്നെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്.
എന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഷാനവാസ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇന്ന് രാവിലെ വന്ന് അനീഷ് ഒരു കൊളുത്തിട്ട് കൊടുത്തത്. അതിൽ നന്നായിട്ട് കൊളുത്തിയിരിക്കുകയാണ് ഷാനവാസ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് അറിയില്ല അനീഷിന്റെ ഏറ്റവും വലിയ ഗെയിമിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ മീൻ മാത്രമാണ്. അതിപ്പോ സത്യം പറഞ്ഞാൽ വലിയ മീൻ ഇപ്പൊ ചെറിയ മീനായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒരു മീൻ മാത്രമാണ് ഷാനവാസ്. പക്ഷെ അനീഷ് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ന് ലൈവില് ഒരു കോണ്ടന്റും ഉണ്ടാവേണ്ടതല്ല. ഈ അനീഷ് മനഃപൂർവ്വമായിട്ട് ഓരോരുത്തടുത്ത് ഓരോന്ന് ഇട്ടു കൊടുക്കുകയാണ്. എന്നാൽ ഷാനവാസ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച മറ്റൊരു കാര്യം പറയട്ടെ. ഷാനവാസ് ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയ്ക്ക് പറയുകയാണ്, അനീഷിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നപ്പോൾ അനീഷിനോട് വീട്ടുകാർ പറഞ്ഞു കൊടുത്തു ഒറ്റയ്ക്ക് നിന്ന് തന്നെ കളിക്കുക എന്ന്. അപ്പോൾ അനീഷിന് മനസ്സിലായി താൻ വന്നപ്പോൾ എടുത്ത ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഷാനവാസുമായിട്ട് കൂട്ടുകൂടി നടന്നാൽ ശരിയാവത്തില്ല, അത് കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ബലമാണ് എന്ന് മറ്റുള്ളവർ പറയും. അതുകൊണ്ട് ഷാനവാസുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് കളിക്കുക എന്നാണ് വീട്ടുകാർ ഉപദേശിച്ചത് എന്ന് ഷാനവാസ് അത് മനസ്സിലാക്കിയിട്ട് ഷാനവാസ് അത് പബ്ലിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷാനവാസ് പറയുകയാണ്, അതിനു വേണ്ടി ഒരു അവസരം, അതായത് തന്റെ സൗഹൃദം കളയാൻ വേണ്ടി ഒരു അവസരം കണ്ടെത്താൻ കാത്തിരിക്കുകയായിരുന്നു അനീഷ്. അപ്പോൾ അവസരമൊന്നും കിട്ടാത്തത് കൊണ്ട് വെറുതെ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷാനവാസുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇവിടെ അവസാനിപ്പിക്കുകയാണ്, എനിക്കിനി നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ആ ഒരു സൗഹൃദമില്ല എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചു എന്നൊക്കെ ഷാനവാസ്, അത് അനീഷ് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറഞ്ഞതാണ്, ഈ സൗഹൃദം കളയാണ്, നിർത്തുകയാണ് എന്ന് അനീഷ് പറഞ്ഞു. അതിവിടെ ഷാനവാസ് എല്ലാവരുടെയും മുന്നിൽ പറയുകയാണ്. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ആര്യനൊക്കെ പറയുന്നുണ്ട്, നെവിൻ പറയുന്നുണ്ട് ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും, അത് മീൻസ് അനീഷിന് എന്തൊരു അവസ്ഥയാണെങ്കിലും ഷാനവാസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാ കാര്യങ്ങളിലും അനീഷിനോട് എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. പക്ഷെ അത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഷാനവാസ് പറയുന്നത്, എന്റെ ചങ്ങാതി, എന്റെ എത്ര വലിയ ചങ്ങാതിയാണെങ്കിലും ചങ്ങാതി ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. എന്നാൽ ചങ്ങാതിയുടെ അവസ്ഥ എന്താണെന്നോ, ചങ്ങാതി എന്താണ് ചെയ്തത് എന്ന് ചങ്ങാതിയുടെ ആ വശം കേൾക്കാനേ ഷാനവാസ് നിൽക്കാറില്ല കേട്ടോ. അതും കൂടി ഒന്ന് പറയണേ. സത്യം പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനുണ്ടാകുന്ന എല്ലാ ചിന്തകളും ചിന്താതലങ്ങളും ഒക്കെയാണ് ഈ ഷാനവാസിനും അനീഷിനും ഉള്ളത്. അനീഷ് കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ച് ബിഹേവ് ചെയ്യുന്നു. ഷാനവാസ് ഇതൊന്നുമില്ല, സ്വിച്ച് ഇട്ട പോലെ ഷാനവാസിന്റെ സ്വഭാവം ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ്. അതിന്റെ പേരിൽ ഷാനവാസ് പച്ചയായ മനുഷ്യനൊന്നും പറയരുത് കേട്ടോ. മാക്സിമം അവിടെ എന്താണ്, സ്വയം ഞാനെന്തോ വലിയ സംഭവമാണ്, സ്വയം ഞാനൊരു നല്ലവനാണെന്ന് പറഞ്ഞ് എല്ലാവരിലും അടിച്ചേൽപ്പിച്ച് അതിനെ റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയും. നമ്മളിലേക്ക് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ബിഗ് ബോസ് ഒന്നും അറിയത്തില്ലേ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരിലേക്കും റീഇൻഫോഴ്സ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പം ആരോ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഷാനവാസ് ഭയങ്കര പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ പോസിറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും അദ്ദേഹം കാണിക്കുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമൊക്കെ തന്നെയാണ്. പക്ഷേ ആദിലെടുത്തും നൂറെടുത്തും ഒക്കെ പോയി അവിടെ ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ, എല്ലാ കാണുന്ന പ്രേക്ഷകരെ ഉൾപ്പെടെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഷാനവാസിനുണ്ട്. സോ എന്തൊക്കെയാണെങ്കിലും ശരി, ഷാനവാസ് ഒരു നല്ല കുഴി കുഴിച്ചു. അതിലേക്ക് നെവിനെ ആയിരുന്നില്ല എടുത്തിടാൻ ഉദ്ദേശിച്ചത്, കറക്റ്റായിട്ട് ഷാനവാസ് വന്ന് വീണു അതിനകത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ലൈവിന്റെ കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് സീരിയൽ ഗ്രാൻഡ് ഉടനെ തന്നെ വീണ്ടും വരാം. സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.